ലോക ചരിത്രവും ബൈബിളിലേക്ക് വന്ന് കടക്കാം. ഓരോ 100 വർഷത്തിന്റെ പിറകിലും ഒരു മഹാവ്യാധി ഇവിടെ വരും. 1800 മനുഷ്യകുലത്ത് മുച്ചൂടും മുടിച്ചുകൊണ്ട് ആയിരങ്ങളെ മരണത്തിന്റെ കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു മഹാവ്യാധി ഇവിടെ വന്നു. അതിന്റെ പേരായിരുന്നു പ്ലേഗ്. എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സിനും പഠിക്കുന്നവർക്ക് ഏവർക്കും അറിയാം. അതിനുശേഷം 117 വർഷം സമാധാനത്തിന്റെയും ശാന്തിയുടെയും വർഷമായി പോയപ്പോൾ 1917 3 സംഭവങ്ങൾ കർത്താവിന്റെ വരവിന്റെ ചാലുകൾക്ക് ഇവിടെ തുടക്കം കുറിച്ചു. അതിനാസ്പദമായി 1917 ഒരു സംഭവം ഇവിടെ വന്നു. അതിൻ്റെ പേര് ഒരു മഹാവ്യാധിയായിരുന്നു. അതിൻ്റെ പേര് സ്പാനിഷ് ഫ്ലൂ. തീർന്നില്ല. രണ്ടാമത്തെ സംഭവം, പീലാത്തോസിന്റെ അരമനയിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ എന്ന് നിലവിളിച്ച് യഹൂദൻ ആദ്യമായി ലോകത്തിന്റെ ചരിത്രത്തിൽ മടങ്ങി വരുന്നത് 1917 നവംബർ 11 രാത്രി 11 അതിന്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. തൊട്ടടുത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ചെന്നാൽ വേൾഡ് ഹിസ്റ്ററിയിൽ ബിരുദം കിട്ടുമ്പോൾ ഇത് പഠിച്ചിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. ആർതർ ബാൽഫോർഡ് വിളംബരം. മൂന്നാമത്തെ സംഭവമായി ആദ്യമായി ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സൈദ്ധാന്തികന കാറൽ മാർക്സ്, അദ്ദേഹത്തിന്റെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായത് ഫ്രെഡറിക് ഏംഗൽസ്. അവർ രണ്ടുപേരും എഴുതിയ തത്വസംഹിത മാനിഫെസ്റ്റോവായി കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോസ്കോയുടെ തെരുവീതിയിൽ ആയിരക്കണക്കിന് തൊഴിലാളി സുഹൃത്തുക്കൾ ഇങ്ങനെ പാടി സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുകയും. അന്ന് തൊഴിലാളികൾ ആ പ്രകടനത്തിൽ ആ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം ലോകത്തിൽ വരുന്നത്. കർത്താവിന്റെ വരവിന്റെ 3 ചാലുകൾ 1917. 1 ഒരു മഹാവ്യാധി, 2 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, 3 ഇസ്രയേലാകുന്ന അത്തിച്ചെടി കുഴിച്ചു വെക്കുവാൻ അവർ മടങ്ങി വരുന്നു. അതിനോടനുബന്ധിച്ച് 100 വർഷം പിന്നിട്ടപ്പോൾ 2019 ഒക്ടോബർ ചൈനയിൽ നിന്നിറങ്ങിയ വൈറസ് ഇന്ന് ഏകദേശം 5 വർഷം പിന്നിടുന്നു ഈ വൈറസ് ഇറങ്ങിയിട്ട്. പക്ഷേ ഇത് അവസാനിച്ചിട്ടില്ല. നമ്മുടെ കള്ളിക്കാരെല്ലാം കള്ളിക്കാട് കണ്ടിരിക്കുന്നത് 7ാമത്തെ വകഭേദമായ ഒമിക്രോണ. പക്ഷേ ഇത് വഴിയാത്രയിൽ 2ആയി പിരിഞ്ഞു കഴിഞ്ഞു. അമേരിക്കയിലും കാനഡയിലും ഗൾഫ് രാജ്യങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ ഈ വൈറസ് ഇന്ന് എവിടം വരെയായി? JN2 അഥവാ 10 ദിവസം മനുഷ്യനെ കിടക്കയിലെത്തിക്കുന്ന വൈറസായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് താരതമ്യേന തോത് കുറഞ്ഞ പനിയായി വരുന്നു. ഒരാഴ്ച മനുഷ്യർക്ക് പനിയായി ഒരു വല്ലാത്ത രീതിയിൽ വരുന്നു. അതിൻ്റെ പേര് JN1 ICMR. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ മെഡിക്കൽ സയൻസിൻ്റെ കണക്ക് കൊടുക്കുന്ന ICMR പറയുന്നു ഇപ്പോഴും ഇന്ത്യയിൽ 1000-ൽ താഴെ രോഗികൾ ഒരു ദിവസം ഇവിടെയുമുണ്ട്. വിശുദ്ധ ബൈബിളിനകത്തുണ്ട്, ഇത് അവസാനിക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ഉലൂമല പ്രഭാഷണത്തിൽ യുഗാന്ത്യ സംഭവങ്ങൾ മത്തായി 24 മധ്യഭാഗം എത്തുമ്പോൾ 24-21 യേശുനാഥൻ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് yet to arise, the human kingdom watching a simultaneous pestilence. അഥവാ ഏറ്റവും നിർണായകമായ ഒരു മഹാവ്യാധി. ഇത് ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്ന ചാലുകൾ. ഇന്ന് രാത്രി ഈ മഹാവ്യാധിയുടെ പ്രത്യേകത, ഇതിനോടനുബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ 30ഓളം പ്രവചനങ്ങളുടെ സൂക്തങ്ങൾ ഇവിടെ നിറവേറുന്നു. ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് മുന്നറിയിപ്പ് പോലെ, ഒരു വിമാനം ആകാശത്തിൻ്റെ വികായത്തിനകത്ത് പറന്ന് കയറുന്നതിന് മുന്നറിയിപ്പ് പോലെ കോവിഡിൻ്റെ മറവിൽ 30ഓളം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. 2 വാക്കുകൾ മാത്രം തൊട്ടുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി വിശുദ്ധ വെളിപ്പാട്. 2023 ഇന്ത്യയും ബഹിരാകാശവും. ഇവിടെ കള്ളിക്കാട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം, 4 തലങ്ങളിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. ഏറ്റവും നിർണായകമായി 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ താണ്ടിപ്പിടിക്കുവാൻ ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞ ദൗത്യം 2023. ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളെ കടത്തിവിട്ടുകൊണ്ട് ചന്ദ്രപരിവേഷണം ഇന്ന് നടക്കുന്നു. അതിനാസ്പദമായി ഇന്ന് രാത്രിയും ഒരു ക്യാമറയെ ചന്ദ്രനിലകത്ത് ഇന്ത്യ വിട്ടു. അതിൻ്റെ പേര് വിക്രം ലാൻഡർ. ഇന്ന് രാത്രിയും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്ന് ISROയ്ക്ക് പടം കൈമാറുന്നു. രണ്ടാമതായി 15 കോടി കിലോമീറ്റർ കത്തിപ്പടിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പുതിയ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു, ഗഗൻയാൻ. അതിനാസ്പദമായി ഒരു ഉപഗ്രഹത്തെ അവർ വിട്ടുകഴിഞ്ഞു. അതിൻ്റെ പേര് ആദിത്യ 3. അത് 15 ലക്ഷം കിലോമീറ്റർ കടന്നിട്ട് തൽക്കാലം അവിടെ വെറ്റ് ചെയ്തിട്ട് മധ്യാകാശത്തിൽ നിന്ന് പടമയച്ചു കൊടുക്കുന്നു. ഇവിടെ കള്ളിക്കാടും പൂഴനാടും അതുപോലെ മണ്ഡപത്തിൻ കടവും വീരണക്കാവിലെ സ്കൂളുകളിലെ ടീച്ചേഴ്സിൻ്റെ മൊബൈലിനകത്ത് ജോഗ്രഫി ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ മൊബൈൽ ഒരു ഫീച്ചർ വന്നു. അതിൻ്റെ പേരാ മാർസ് 1.
5.25 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന ചൊവ്വയെ പിടിച്ചടക്കുവാൻ ഇന്ത്യയും തയ്യാറാകുന്നു. പാലക്കാടുകാരി ലേഖയും ശ്രദ്ധയും തിരുവനന്തപുരം സ്വദേശി രാകേഷും ചൊവ്വയിലേക്ക് പറക്കുവാൻ പോകുന്നു. അപ്പോൾ തന്നെ കുരങ്ങന്റെ തലയിൽ മൈക്രോ ചിപ്പ് വെച്ചുകൊണ്ട് മനുഷ്യന്റെ തലയിലേക്ക് കഴിഞ്ഞ ദിവസം മൈക്രോ ചിപ്പ് വെച്ച് യഹൂദന്റെ വ്യവസായി പറയുന്നു, 10 ലക്ഷം പണമുള്ളവർ എൻ്റെ കയ്യിൽ പണം തന്നാൽ ചൊവ്വായിൽ നിങ്ങൾക്ക് വേണ്ടി കോളനി ഒരുക്കി തരുവാൻ എലോൺ മസ്ക് തയ്യാർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഡിസംബർ മാസത്തിൽ ബാംഗ്ലൂരിൽ ചെന്നു. ISR അവിടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തി. ആ സമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ വേണം. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ് സെയിങ് ദ പ്രൈം മിനിസ്റ്റർ മോഡിജി. നമുക്ക് ശൂന്യാകാശത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ. നമ്പർ 1 സൂര്യൻ, നമ്പർ 2 ചന്ദ്രൻ, നമ്പർ 3 ചൊവ്വ, നമ്പർ 4 ശൂന്യാകാശം. ബൈബിളിലുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ അന്ത്യദിനങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ലക്ഷണത്തിൻ്റെ ചാലുകളിൽ യേശു ഇങ്ങനെ പറയുന്നു, ലൂക്കോസ് 21:25, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ അന്ത്യദിനങ്ങളിൽ ഉണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം അന്ത്യദിനങ്ങളിൽ. നമ്പർ 1. നമ്പർ 2, ഇന്ന് രാത്രി കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയത്തിന് ചുറ്റും നിങ്ങൾ ഇരിക്കുമ്പോൾ ലോകത്തിൽ വൻകിട മാളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരു നാളിൽ തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ കോവളം വരെ മനുഷ്യൻ കടക്കാത്തതും ബൈപ്പാസ് വരുന്നതിന് മുമ്പ് കണ്ടൽക്കാടും പിടിച്ചുപറിയുമായി കിടന്ന സ്ഥലത്ത് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സുന്ദരമായ മാളുകൾ. അതിൻ്റെ പ്രത്യേകത എന്താ? ട്രാവൻകൂർ മാൾ വരുന്നു, ലൂലു മാൾ വരുന്നു, അടുത്ത ചൈനയുടെ പെൻഡലൂൺ, തിരുവനന്തപുരത്തേക്ക് വാൾമാർട്ട്, റിലയൻസിൻ്റെ മോർമോർ. കള്ളിക്കാട് വ്യാപാരികൾക്കും ശ്രദ്ധിക്കാം, താമസമിനാർ, റിലയൻസിൻ്റെ ഔട്ട്ലെറ്റായ സ്മാർട്ട് പോയിന്റ് കള്ളിക്കാടും വരുന്നു. 1000 ബ്രാഞ്ചുകൾ റിലയൻസ് കേരളത്തിൽ തുടക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു മദർ മാൾ വേണം, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്ന് രാത്രി മാവേലിയും നീതിയും സപ്ലൈകോയും ഇവിടെ കാട്ടാക്കട നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ സ്ഥലമാ തിരുവനന്തപുരം വള്ളക്കടവ്. അങ്ങനെയെങ്കിൽ 2024 ശാലയം ഗോസ്പൽ മിനിസ്റ്റേഴ്സിൻ്റെ കൺവെൻഷൻ നിങ്ങൾ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു വൻകിട മാൾ പണിയുന്നു. എവിടെ? ഇറാഖിൻ്റെ തലസ്ഥാനം ബാഗ്ദാദ്. അവിടെ നിന്ന് നല്ലൊരു ഹൈവേ ഉണ്ട്, നജബ് എർബിൽ. അവിടെ 1000കണക്കിന് ഏക്കറിനകത്ത് 2009 ഇറാഖിൽ ഒരു പ്രധാനമന്ത്രി വന്നു, നൂറി അൽ മാലിക്. അദ്ദേഹം ജപ്പാനിൽ നിന്ന് $60 ലക്ഷം $3 ബില്യൺ വായ്പ എടുത്തു ഒരു മാൾ പണിയുവാൻ. പഴയ നിമ്രോദിൻ്റെ തലമുറ ബാബേൽ ഗോപുരം പണിഞ്ഞതുപോലെ ഇന്ന് രാത്രിയും ഇറാഖിനകത്തൊരു മാൾ പണിയുന്നു. പല ചെറുപ്പക്കാർക്ക് സംശയമുണ്ട്, സൗദിയിലെ നിയോം സെറ്റിയ അന്ത്യമാൾ അല്ല, ഇറാഖിനകത്ത് വരുന്നു. നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടും ട്രേഡ് ബാബിലോൺ. ഈ ബാബിലോണിൻ്റെ പ്രത്യേകത എന്താ? വെളിപ്പാട് 18:11 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ വ്യാപാരികൾ, കാട്ടാക്കട വ്യാപാരികളല്ല, ഗുജറാത്ത് വ്യാപാരികളല്ല, ദുബായ് വ്യാപാരികളല്ല, ഭൂമിയിലെ വ്യാപാരികൾ. പൊന്നെ, മുത്തേ, കുന്തിരിക്കം, വെള്ളി, നേരിയ തുണി, ആട്ടിയ മാവ്, ഇതെല്ലാം ഈ മാളിനകത്ത്. അതിൻ്റെ ബാക്ക് 3 ഭാഗമുണ്ട്. മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ ഇതിനകത്ത് വിൽക്കപ്പെടും. അതിൻ്റെ പേരാ വ്യാപാര ബാബിലോൺ. അതൊരു 3 ദിവസത്തെ പ്രഭാഷണം കർത്താവ് അനുവദിച്ചാൽ ഇനി ജൂണിൽ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ആടുവല്ലിയിൽ അതായിരിക്കും പ്രസംഗിക്കുന്നത്. ട്രേഡ് ബാബിലോണും മനുഷ്യൻ്റെ അവയവ കച്ചവടം. എന്താ അതിൻ്റെ പ്രത്യേകത? ഇന്ന് രാത്രി കള്ളിക്കാടിൽ ഒരു കുഞ്ഞ് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും ബൈക്ക് ആക്സിഡൻറ്റിൽ. കഴുത്തിന് താഴെയുള്ള ഓർഗൻസ് എല്ലാം ക്ലിയർ ആയിരിക്കും. അഥവാ അവൻ്റെ താഴെയുള്ള ഹാർട്ട്, ലങ്സ്, പാങ്ക്രിയാസ്, ലിവർ, സ്പ്ലീൻ, ഇതെല്ലാം ക്ലിയർ ആയിരിക്കും. അതിനൊരു കുഴപ്പം വരത്തില്ല. പക്ഷേ ഈ ഇൻറ്റേർണൽ ഡെഡ് ആയി കഴിഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് ഐസ് ക്യൂബിനകത്ത് വെച്ചാൽ ഈ അവയവം മനുഷ്യർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ മൊബൈൽ ആംബുലൻസിലും എയർ ആംബുലൻസിലും മനുഷ്യൻ്റെ ഹൃദയം ചെന്നൈയിലേക്കും കൊച്ചിയിലേക്കും കൊണ്ടുവന്ന്. കാലം മാറി, കഥ മാറി. ഇന്ന് കള്ളിക്കാടുകാർ ശ്രദ്ധിക്കണം, സയൻസ് അതിവേഗ കണ്ടുപിടുത്തത്തിലേക്ക് പോയി. ഒരു മനുഷ്യൻ്റെ അവയവം കിട്ടിയാൽ 14 വർഷം സൂക്ഷിക്കുവാൻ പുതിയ ടെക്നോളജി വന്നു. അതിൻ്റെ പേരാ അനിമാറ്റിക് ഫ്ലൂയിഡ്. ഏവരും ശ്രദ്ധിക്കണം. മരിച്ചു പോകുന്ന അപ്പൻ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ മരിച്ചാൽ ഹാർട്ട് പ്യുവറായിരിക്കും. അത് കട്ട് ചെയ്ത് പ്രത്യേക ലായനിയിൽ സൂക്ഷിച്ചാൽ 14 വർഷത്തിനകം മകന് വെച്ച് പിടിപ്പിക്കാം. ഏറ്റവും നിർണായകം, മരിക്കുന്ന അമ്മയുടെ കിഡ്നി പ്യുവറാണെങ്കിൽ തൻ്റെ മകൻ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ പിന്നത്തതിൽ ആ കിഡ്നി 14 വർഷം സൂക്ഷിച്ചാൽ അതിനെ എടുത്ത് ഇംപ്ലാന്റ് ചെയ്യാനുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു. ഒരു നാടൻ മലയാളം കള്ളിക്കാട് ഒരു പറയാം. പണ്ടത്തെ കാലത്ത് ഇവിടെ സഹോദരന്മാർ മാങ്ങ പറിക്കുമ്പോൾ ചിലത് തറി വീഴ് ഇങ്ങനെ പൊട്ടാറുണ്ട്. അത് പൊട്ടാത്ത മാങ്ങയെല്ലാം ചേച്ചിമാർ പറക്കും.
എന്നിട്ട് ചെയ്യും, എന്ത് ചെയ്യും? നല്ലവണ്ണം കഴുകും, പഴയ ഭരണിയെടുക്കും, അതിനകത്ത് ഉപ്പ് നീര് നിറയ്ക്കും, വേണമെങ്കിൽ 2 കാന്താരി പറക്കിയിടും. ഇതെല്ലാം വൃത്തിയാക്കിയ ശേഷം ഭരണിയുടെ അടപ്പടച്ചതിന് ശേഷം വേറൊരു പരിപാടി കൂടെ ചെയ്യും. ഒരു ഈച്ചകളോ മറ്റ് പാറ്റകളോ ഒന്നും കയറാതെ തലയുടെ നേളിൽ അമ്മച്ചിമാർ പഴയ കാലത്ത് ചെയ്യാറുന്നൊരു തുണി കൊണ്ട് ഈ മാങ്ങാഭരണി കെട്ടിവെക്കും. പിന്നെ ആരും അതിനെ തിരിഞ്ഞു നോക്കത്തില്ല. 6 മാസം അമ്മച്ചി കിടക്കുന്ന കട്ടിലിൻ്റെ കീഴിൽ മാങ്ങാഭരണി ഇരിക്കും. 6 മാസം കഴിയുമ്പോൾ ഈ കെട്ടഴിക്കും. കെട്ടഴിച്ചിട്ട് പഴങ്ങഞ്ഞിക്ക് വേണ്ടി മാങ്ങയെടുത്ത് പടപടാ ഞെവിടി തിന്നുന്നത് പോലെ പച്ച മനുഷ്യൻ്റെ അവയവം 14 വർഷം സൂക്ഷിക്കുവാൻ അനിമാറ്റിക് ഫ്ലൂയിഡ് ലോകത്തിൽ തയ്യാർ. ഒരു മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കിംസിലും നിംസിലും ക്രോസ് മാച്ചിന് പോകണ്ട. ഡോക്ടർ പേപ്പർ തന്നാൽ നിങ്ങളുടെ മാളുകളിൽ, ഇന്നെല്ലാ കാട്ടാക്കടയിലും തിരുവനന്തപുരത്തായാലും മാളിൽ 2 കാര്യം വന്നു. 1 ഫാർമസി, 2 ലാബ്. വലിയ മാളുകളിൽ മുഴുവനും DDRCയുടെയും അതുപോലെ നീതിയുടെ ലാബുകളും വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഫാർമസി വന്നെങ്കിൽ വരാനിരിക്കുന്നു അവയവങ്ങൾ മാളിനകത്ത്. അന്ത്യകാലത്തത് നടക്കും. മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ അന്ത്യദിനങ്ങളിൽ മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി അവയവം വരെ കവരുന്നൊരു കാലം ഇവിടെ വരുന്നു. അങ്ങനെയെങ്കിൽ ഒരു മാൾ ഉയരുമോ? വിശുദ്ധ ബൈബിളിനകത്ത് സക്കറിയ പ്രവചനം 5:11, ഇന്നേക്ക് 2580 കൊല്ലം മുമ്പ് ഭക്തനായ സക്കറിയ എഴുതി വെച്ചു, അന്ത്യദിനം എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഭരണം വന്നാൽ ഒരു മാൾ ഇവിടെ വരും. സക്കറിയ പ്രവചനം 5:11, അവർ അവൾക്ക് ശീനാർ ദേശത്തൊരു വീട് പണിമാൻ പോകുന്നു, അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്കും. That means your mobile is coming, the speech is sent, you are typing your Google, get me the result, trade Babylon, വ്യാപാര ബാബിലോൺ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കള്ളിക്കാട് ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന എളിവൻ നിങ്ങളോട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് ഈ രാത്രി ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ കള്ളിക്കാട് ഗ്രൗണ്ടിൽ പറയണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കള്ളിക്കാട് ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.